ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയൊരു മീൻകറി റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മീൻ തലക്കറി. അത് ചെയ്യാനായിട്ട് ചെറിയൊരു ഐഡിയാസ് ഇവിടെ തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവുകയാണ് തലക്കറി വെക്കാനായിട്ട്. നല്ല മൂത്തുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളതിലേക്ക് ഉലുവ ഇടാൻ പോവാം. ഉലുവ നല്ല പൊട്ടിയതിന് ശേഷം നമ്മൾ ഇനി ഇടുന്നു വെളുത്തുള്ളി. ശേഷം ഇഞ്ചി ഇടുന്നു. അത് കുറച്ച് നല്ല ബ്രൗൺ ആയിട്ട് വേണം. നല്ല ബ്രൗൺ ആയതിനു ശേഷം 2 മിനിറ്റ് ഇങ്ങനെ കറപറാന്ന് വട്ടിക്കൊണ്ടിരിക്കണം. വട്ടിക്കൊണ്ടിങ്ങനെ നല്ലൊരു ബ്രൗൺ ഷേപ്പിൽ വരുന്ന വരെ നമ്മൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ്. ആണെങ്കിലും ചെറിയൊരു ഇഷ്ടത്തോടുകൂടി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു കറിയാണ് കാണിച്ചു തരാം. ഉള്ളി നല്ല ബ്രൗൺ ഷേപ്പായി മൂത്ത് വരുമ്പോൾ ചെറുള്ളി ചകചകചകചാന്നരിഞ്ഞ് ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് നല്ല ബ്രൗൺ ഷേപ്പ് ആകുന്നത് വരെ നമ്മൾ സുഹൃത്തുക്കളെ എന്നാ വിഷയം നല്ല ഇത് പച്ചച്ചവ മാറുന്നത് വരെ ഇത് നല്ല എണ്ണയിൽ വഴറ്റി അങ്ങെടുക്കണം. എടുത്തതിന് ശേഷം നല്ല വഴറ്റി വന്നതിന് ശേഷം കുറച്ച് കരിവേപ്പിലയാണ് ഇതിലേക്ക് ഇടും. അത് ഇട്ട് നല്ല അതും ഇങ്ങനെ വഴറ്റി ഇത് നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് മഞ്ഞപ്പൊടിയാണ് അതിലേക്ക് ഇടുന്നത്. മഞ്ഞപ്പൊടി ഇട്ട് ഇങ്ങനെ ഇളക്കി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മുളക് പൊടി ഒരു 4 ടീസ്പൂൺ ഉണ്ട്. കാശ്മീരി പൗഡർ ആണിത് ഇടുന്നത്. ഇതും അതിലേക്ക് ഇങ്ങനെ ഇടും. ഇതും ഇടുന്നു. ഇതിൻ്റെ പച്ചച്ചവ പോകുന്ന പേര് എണ്ണയിൽ ഇങ്ങനെ ഈ മസാലയൊക്കെ നല്ല പച്ചച്ചവയൊക്കെ പോയി ഇങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടേണ്ട സാധനം കുടംപുളി എന്ന് പറയും. കുടംപുളി ഒരു 3 കുടംപുളി ഇതിലേക്ക് ഇങ്ങനെ ഇടും. അതിൻ്റെ കഴുകി കാരണം ഒരു 10-20 മിനിറ്റ് കഴുകിയിട്ട് വെള്ളത്തിൽ വെച്ച് വെച്ച സാധനമാണ് കുടംപുളി. അതിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇതിങ്ങനെ ആട്ടിക്ക് പോകും. പുളിയിട്ട് പിന്നെ ഒരു കുറച്ച് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിക്കും. നല്ല മുളകൊക്കെ ഇങ്ങനെ കൊത്ത തിളയ്ക്കാൻ ഇങ്ങനെ തുടങ്ങുന്നു. ഇനി അതിലേക്ക് കുറച്ചിടേണ്ട സാധനമാണ് ഉപ്പ്. അതാണ് മെയിൻ കേട്ടോ, അത് ആരും മറക്കല്ലേ. ഇത് കുറച്ച് ഉപ്പ് ഇട്ട് ഇങ്ങനെ കൊടുക്കും. കുറച്ച് പാകത്തിൽ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ട് ഇളക്കും. ചാറ് നല്ല മീനിൻ്റെ ചാറ് നല്ല തിളച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇടേണ്ട സാധനമാണ് കഴുകി വാരിയ തല, ചൂര തല. ഇങ്ങനെ അതിലേക്ക് ഇനി ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. കഴുകി വാരിയ ചൂരത്തല. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ കഷണങ്ങളൊക്കെ എവിടെ പോയിന്ന്. അത് നമ്മൾ അച്ചാറാക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അത് ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ട്. ഓക്കെ, കറിയൊക്കെ റെഡിയായി. ഇനി നമ്മളിതിനെ കുറച്ച് ടേസ്റ്റ് നോക്കുന്നു. ഇത് കുറച്ച് അടിപൊളി കേട്ടോ, സൂപ്പർ